ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. കുമ്പസാരത്തെ സംബന്ധിച്ച പരമ്പര 7ാം ഭാഗത്തേക്ക് പ്രവേശിക്കുക. വളരെ ലളിതമായി കുമ്പസാരത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പറയാം എന്ന് കരുതിയാണ് നമ്മൾ ആരംഭിച്ചത്. പക്ഷേ ആ കൂദാശയുടെ ഹൃദയത്തെ സ്പർശിക്കും വിധം നമ്മുടെ ജീവിതത്തിന് പരിവർത്തനോന്മുഖമായ ഒരു വാതിൽ തുറന്നു കിട്ടാനിടയാകും വിധം അതിനെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ ദീർഘമായി അതിനെക്കുറിച്ച് പറയേണ്ടി വരും എന്നൊരു നില വന്നു. അതുകൊണ്ടാണ് ഈ തുടർച്ച. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓർത്തത് പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കേന്ദ്ര തത്വം ഈ 10 കൽപ്പനകളുടെയും അടിസ്ഥാന ഭാവമായി വരുന്നതിനെ കുറിച്ചാണ്. ദൈവവുമായും മനുഷ്യനുമായുള്ള അകലമാണ് പാപം എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്നും തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണതയിലെത്താൻ പറ്റുക എന്നുമാണ് വചനം നമുക്ക് കാട്ടിത്തരുന്ന വഴി. പലപ്പോഴും പാപത്തെ ഒരു ബൈനറി വെച്ച്, ജീവിതത്തെ വിഭജിക്കാവുന്ന ഒരു ബൈനറി ആയിട്ടാണ് പലരും കാണുന്നത്. ഒരു പ്രവൃത്തിയെ പ്രവൃത്തിയായി മാത്രം കാണുകയും ആ പ്രവൃത്തി കൊണ്ട് വിധിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതിന്റെ ആന്തരിക തത്വം നഷ്ടപ്പെടും. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോഴാണ് നീ അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് നമുക്ക് കാണാൻ പറ്റും. ന്യായപ്രമാണ ഗ്രന്ഥത്തെ വാചികമായി ഒന്നു മാത്രമായി കാണുന്ന പ്രവൃത്തിയാണ് അധരത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വാചികമായ ഒരു ഫോർമുലയായി അല്ലെങ്കിൽ ഒരു ബൈനറിയായി ജീവിതത്തെ വിച്ഛേദിക്കുന്ന ഒന്നായിട്ട് മാത്രം കൽപ്പനകളെ കാണുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ആന്തരിക തത്വത്തിലേക്ക് പോകുന്നില്ല. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണമെന്ന് പറയുമ്പോഴാണ് പ്രവൃത്തിയുടെ സാമാന്യതയിൽ നിന്ന് ആന്തരികമായൊരു ഭാവത്തിലേക്ക്, ഒരു ബോധ്യതലത്തിലുണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക. അപ്പോഴാണ് നീ അഭിവൃദ്ധി പ്രാപിക്കുക. അഭിവൃദ്ധി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കരുതുന്ന സമ്പത്തുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചം, ലോക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അഭിവൃദ്ധിയായിട്ട് കാണുക. അഭിവൃദ്ധി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വളർച്ച, പുരോഗതി എന്നൊക്കെ അർത്ഥമാണ് ശരിക്കുള്ളത്. അതിലൊരു ഭാഗമായി മനുഷ്യൻ കണക്കാക്കുന്ന കാര്യമാണ് സാമ്പത്തിക അഭിവൃദ്ധി. യഥാർത്ഥത്തിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ക്ഷയോന്മുഖമായ ലോകത്ത് നിന്ന് അക്ഷയമായ ലോകത്തേക്കുള്ള പുരോഗതിയായും പരിവർത്തിതമായ ജീവിതം കൊണ്ട് ഭൗമിക സാഹചര്യങ്ങളെ തന്നെ ദൈവരാജ്യ അനുഭവമാക്കി മാറ്റാനുള്ള ഒരു പ്രവൃത്തിയായിട്ടും കൂടി നമുക്ക് കാണാൻ പറ്റണം. പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ എങ്ങനെയാണ് ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചതാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയണം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയണം. ഹൃദയപൂർണ്ണത എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം തന്നെ ഹൃദയം, നമുക്ക് 2 ഹൃദയം ഉണ്ടല്ലോ. ഒരു ഹൃദയം നമ്മുടെ ശാരീരികമായ ബയോളജിക്കൽ നേച്ചറുള്ള ഒരു ഹൃദയമാണ്. ആ ഹൃദയം മനുഷ്യന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു അവയവം എന്ന നിലയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഹൃദയം നിലച്ചാൽ ആൾ മരിക്കും. പക്ഷെ ഹൃദയഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു കാര്യമാണ്. ജീവിതത്തെ മുഴുവൻ അനുഭവപ്രദമാക്കുന്ന ഒരു തലമാണ് ഹൃദയം. ഹൃദയത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത്. ഹൃദയം പ്രധാനപ്പെട്ടതായി വരുന്നത് അത് അനുഭവതലമായി മാറുന്നത് കൊണ്ടാണ്. അനുഭവിക്കുന്നതൊക്കെ ഹൃദയത്തിലാണ്. ചിന്തയും ഭാവനയൊക്കെ ഉണ്ടാകുന്നത് തലച്ചോറിലാണെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് സ്നേഹം ഹൃദയത്തിൽ നിന്നാണ്. എന്താണ് അനുഭവതലം? അനുഭവതലം ലൗകികമായ താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ചാകുമ്പോൾ ഭൗമിക അനുഭവങ്ങളാകും. അതിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന പൂർണ്ണത രൂപത്തിലേക്ക് എത്തുമ്പോൾ അത് ആധ്യാത്മിക ഹൃദയം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന രീതിയിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഏറ്റവും എളുപ്പത്തിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം പറയാം. ജീവിതത്തിലെ ഏറ്റവും ഒറ്റപ്പെടുന്ന, അല്ലെങ്കിൽ ആർക്കും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായി ഒന്നിച്ചിരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആശ്വാസം ജനിപ്പിക്കും.
നിനക്ക് ഞാനുണ്ട് എന്ന്, ഞാൻ നിന്നെ അറിയുന്നുവെന്ന് ഹൃദയതലത്തിൽ ദൈവം പറഞ്ഞാൽ, അത് ചിന്തയിലും ഭാവനയിലും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഹൃദയതലത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ ആനന്ദമുണ്ട്. ഈ ആനന്ദാനുഭവത്തിന്റെ തലം ഹൃദയമാണ്, ചിന്തയിലും ഭാവനയിലുമല്ല ആനന്ദം. സന്തോഷമുണ്ടാകുന്നത് ചിന്തയിൽ നിന്നാണ്. സന്തോഷമുണ്ടാകുന്നതും ആനന്ദമുണ്ടാകുന്നതും രണ്ട് തലത്തിലാണ്. അങ്ങനെ ഹൃദയതലത്തിൽ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടോ? ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടുമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും ഉപരിയായ ഒരു സ്നേഹാനുഭവം ഉണ്ടാവുന്ന തലത്തെക്കുറിച്ചാണ് പറയുന്നത് ഹൃദയം. മറ്റുള്ള നമ്മളെ മനസ്സിലാക്കാത്ത, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, വിഷമിക്കേണ്ട എന്ന് ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടായാൽ, അത് ബോധ്യത്തിന്റെ തലമാണ്, ബോധ്യം ഉണ്ടായാൽ ആനന്ദാനുഭവമായി. അങ്ങനെ ബോധ്യതലത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകുമ്പോഴാണ് കേവലം ഒരു ബൈനറി ആകാതെ വിഭജിക്കുന്ന, ജീവിതത്തെ വകതിരിച്ചു നിർത്തുന്ന ഒന്നായി മാറാതെ കൽപ്പന അതിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുക. അത് സ്നേഹാനുഭവമാണ്. നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്നാൽ യഥാർത്ഥ വിവേകമായ മൂലതത്വം, കൽപ്പനയുടെ അന്തസാരം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് തന്നെ കൊല്ലും, ജെറുസലേമിലേക്ക് പോയാലെന്ന് ഉറപ്പുണ്ടാകുമ്പോഴും, അത് നിയമവിരുദ്ധമാണ്, നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കെതിരാണ് എന്ന് തിരിച്ചറിയുമ്പോഴും മിസ്റ്റർ പൗലോസ് ജെറുസലേമിലേക്ക് പോകും. ലോകത്തിന്റെ നിയമവും മതനിയമവും തനിക്കെതിരായി തിരിയുമ്പോഴും ജെറുസലേം പ്രവേശനത്തിനായിട്ട് യേശു തയ്യാറാകുന്നത് ഹൃദയത്തിന്റെ വിവേകം കൊണ്ടാണ്. പാമ്പുകളെക്കുറിച്ചും പ്രാവുകളെക്കുറിച്ചുള്ള ഉപമ പറയുമ്പോൾ ഈശോ അത് പറയുന്നുണ്ട്. പ്രാവുകളെപ്പോലെ വിവേകിയായിരിക്കണം, പാമ്പുകളെപ്പോലെ വിവേകിയായിരിക്കും. പാമ്പിന്റെ വിവേകം അത് ഇന്ദ്രിയപരതയിൽ നിന്നല്ല, അല്ലെങ്കിൽ കാതുപയോഗിച്ച് കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് ആന്തരികമായ നിഗമനങ്ങളിലാണ് എത്തിച്ചത്. പ്രാവുകളും അങ്ങനെയാണ്. പ്രാവിനെ നമ്മൾ കൂട്ടിലടച്ചെടുത്ത് വളർത്തിയാൽ, അതിനെ തുറന്നു വിട്ടാൽ അത് പോയിട്ടൊരു പ്രാവിനെ കൂട്ടിക്കൊണ്ടുവരും. വിവേകമുള്ളവരാണെങ്കിൽ തിരിച്ചു വരരുത്, പക്ഷെ തിരിച്ചു വരും. നോഹയുടെ കഥയിൽ നമുക്കത് കേൾക്കാൻ പറ്റും. പ്രാവിനെ പറഞ്ഞു വിടുന്നു, പ്രളയം തീർന്നെന്നറിയാൻ വിടുകയാണ്, കാക്ക പോയിട്ട് അതുവഴി പോയി, പ്രാവ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വിവേകം ബുദ്ധിതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല, ആന്തരികമായ ഒരു ബന്ധം ഹൃദയത്തിനകത്ത് ജ്വലിപ്പിക്കുന്ന ഒന്നായിട്ടാണ്. അതുകൊണ്ടാണ് സാധാരണ വിവേകമല്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, കുമാരനാശൻ പറയും, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. സ്വാഭാവികമായൊരു വിവേകമല്ല. അന്യജീവൻ ഉതകുക എന്ന് വെച്ചാൽ അവനവനെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ ഈ വിവേകം ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. ആന്തരിക ഭാവത്തിൽ, ഹൃദയഭാവത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. മാത്രമല്ല പൂർണ്ണ ശക്തിയിൽ, ശക്തിയോടെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക? നമ്മൾ പാടുമ്പോഴൊക്കെ ശക്തിയോടെ എന്ന് പറയും, ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ. ശക്തിയോടെ എന്ന് വെച്ചാൽ നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കിക്കൊണ്ടെന്ന അർത്ഥം. ഞാൻ ബലഹീനനാണ് എന്ന് ഞാൻ എത്രത്തോളം അറിയുന്നുവോ, എത്രത്തോളം തിരിച്ചറിയുന്നുവോ, എന്റെ ബലഹീനതയെ ദൈവസന്നിധിയിൽ ഞാൻ എത്രത്തോളം തുറന്നു വയ്ക്കുന്നുവോ, അത്രത്തോളം ഞാൻ ക്രിസ്തുവിൽ ബലവാനായിത്തീരും. മസ്കുലനായ, ബലിഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുക. ഹൃദയദ്രവീകരണം അനുഭവിക്കുന്ന ആർദ്ര ഹൃദയമുള്ള ഒരാളാണ് ബലവാനായിട്ട് മാറുന്നത്. നമ്മുടെ സാധാരണ ചിന്തയിൽ കരയുന്ന മനുഷ്യൻ ബലം കുറഞ്ഞ മനുഷ്യനാണ്. അവരുടെ വേദന കണ്ട് കണ്ണീരൊഴുക്കാൻ കഴിയുന്ന മനുഷ്യനാണ് മഹത്തു എന്ന് പറയാൻ പറ്റും. മറ്റുള്ള വേദന കണ്ട് കണ്ണീർ ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന് ബലം കുറയുകയല്ല, ബലം നേടുക, ക്രിസ്തുവിൽ ബലവത്താകുക. അപ്പൊ ക്രിസ്തുവിൽ ബലവത്താകുക, ആ ഒരു ബലമാണ് പൂർണ്ണ ശക്തിയോടെ, ആ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സഹോദര സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, കൽപ്പനയെ അതിന്റെ ലിറ്ററലി ഫോമിൽ നിന്ന്, അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്ന ആ രീതിയിൽ നിന്ന്
അതിൻ്റെ ആന്തരിക തത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കി തരികയാണ് ക്രിസ്തു. അത് കേവലമായി ഒരു അനുഷ്ഠാനമായി പോകേണ്ട കാര്യമല്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. പാപത്തെ മനസ്സിലാക്കേണ്ടത് സ്നേഹവിരുദ്ധതയായിട്ടാണെന്നും സ്നേഹശൂന്യതയായിട്ടാണെന്നും വെളിവാക്കുകയാണ് ക്രിസ്തു. അതുകൊണ്ട് കൽപ്പനകളെ പരിശോധിക്കുമ്പോൾ കേവലം അതിൻ്റെ വാചികാർത്ഥങ്ങളെ പരിഗണിക്കാതെ അതിൻ്റെ ആന്തരിക തത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുക. പെർഫെക്ഷൻ ആകാനല്ല, തെറ്റും ശരിയുമെന്ന് വ്യവച്ഛേദിക്കാനല്ല. തെറ്റും ശരിയും നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാവുന്ന ഒന്നല്ല. മനുഷ്യജീവിതം ഒരു കലങ്ങിമറിച്ചിലാണ്. പല ജീവിതക്രമങ്ങൾ, പല നാടുകൾ, കാലങ്ങളൊക്കെ കടന്ന് മനുഷ്യജീവിതം ഒരിക്കലും ഒരാൾക്കും കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ വ്യവസ്ഥാരഹിതമായിട്ട് മാറിപ്പോകും. ഫ്രോയിഡ് പറയുമല്ലോ, അങ്ങനെ ഒരു കൂട്ടിക്കെട്ടലാണ്. കേസരി ബാലകൃഷ്ണപിള്ളയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഫ്രോയിഡ് ഈ തത്വം മനസ്സിലാക്കി. ഒരിക്കലും നമ്മിൽ ചേരാൻ പറ്റാത്ത വ്യവസ്ഥാരഹിതമായ അനുഭവതലങ്ങളുടെ കൂട്ടിക്കെട്ടലായി മാറും. ആ അനുഭവതലങ്ങൾക്കകത്ത് ഈ സ്നേഹമെന്ന പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ ശരി തെറ്റുകളെ ഹൃദയപൂർവ്വം മനസ്സിലാക്കാൻ പറ്റൂ. ഒരു തെറ്റ് തെറ്റായിട്ടല്ല കാണുന്നത്, ആ തെറ്റിനകത്ത് ശരിയുണ്ടാകാം. ശരി തെറ്റുകൾ കലങ്ങി മറിയുകയാണ്. അവിടെ പ്രകാശിക്കേണ്ടത് ആന്തരികമായ വെളിച്ചമാണ്, സ്നേഹമാണ്. ആ സ്നേഹം വെളിച്ചമായി മാറുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ നിയമം, ദൈവവും മനുഷ്യനുമായി ചേരാൻ പറഞ്ഞ നിയമം, മനുഷ്യനും മനുഷ്യനുമായി ചേർന്ന് നിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന നിയമം തന്നെ അതിനെതിരായിട്ട് മാറും. അതുകൊണ്ടാണ് അനുസരിക്കാത്തവരെ കൊന്നുകളയണം. കൊലപാതകം ഒരു പാപമാണെന്നിരിക്കെ അനുസരിക്കാത്തവരെ കൊന്നുകളയണം എന്ന് പറയുന്ന നിലയിലേക്ക് വചനം വ്യാഖ്യാനിക്കപ്പെടുന്നത്, കൽപ്പന മാറിത്തീരുന്നത്. അപ്പൊ കൊലപാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയപരമായി സ്നേഹത്തിന്റെ നിരാസനം സംഭവിക്കുമുണ്ടാകുന്ന കാര്യമാണ് എന്ന കാര്യത്തിലേക്ക് ക്രിസ്തുവിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അശോകൻ രാജ്യത്ത് അഹിംസ നടപ്പാക്കുകയാണ്. അപ്പൊ അഹിംസ നടപ്പാക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പക്ഷികളെയൊക്കെ അങ്ങനെ ആക്രമിക്കുന്നവരെയും കൊല്ലുന്നവരെയും കൊന്നുകളയണം. എമാനുവൽ കാന്റൻ മനുഷ്യവിമോചനത്തെക്കുറിച്ച്, മാൻ ഈസ് ദി മെഷർ, മനുഷ്യനാണ് മൂല്യം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത് ആഫ്രിക്കക്കാരെ പോത്തിന് തല്ലുന്ന വടി കൊണ്ട് തല്ലണം, കാരണം ആഫ്രിക്കക്കാരൻ മനുഷ്യനാണ്. അപ്പൊ നിയമം, നാം പറയുന്ന നിയമം ഒരു കാർക്കശ്യത്തോടെയല്ല കാണേണ്ടത്, അതിനകത്തുള്ള സ്നേഹഭാവത്തിലേക്ക് തിരിയാൻ പറ്റണം. ആ സ്നേഹം എന്ന പരമാർത്ഥത്തെ നിയമമായി കാണുമ്പോൾ, അത് പ്രകാശിക്കുമ്പോഴാണ് യഥാർത്ഥ കൽപ്പനകൾ നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് കൽപ്പനകളെ കുറിച്ച് കൂടുതൽ ആഴമായ ബോധ്യതലത്തിലുള്ള ഒരു പരിവർത്തനം കൂടി ഹൃദയത്തിനകത്ത് ഉണ്ടാകും. നമ്മൾ ആദ്യത്തെ 3 കൽപ്പനകളെ കുറിച്ചാണ് കഴിഞ്ഞ തവണ ചിന്തിച്ചത്. അവിടെ ഈ 3 കൽപ്പനകൾ പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറണം, ഭയം എന്നുള്ള പ്രവൃത്തിയായിട്ട് മാറരുത്. അത് ഈ വരച്ച വരകൾക്കകത്ത് നിൽക്കുന്ന 3 കാര്യങ്ങളായിട്ട് മാത്രം പരിഗണിക്കരുത്. ദൈവവുമായുള്ള സ്നേഹബന്ധം എങ്ങനെയെന്നും, ദൈവത്തെ അങ്ങനെ പിതാവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും അവനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ളതാക്കി ജീവിതം മാറ്റുന്ന ഒരു പ്രക്രിയാപരമായ നയിക്കപ്പെടൽ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യണം. ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. 4ാമത്തെ കൽപ്പന. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നത് പരമപ്രധാനമായ കൽപ്പനയായിട്ട് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. എപ്പോഴും ഈ കൽപ്പന ഉദ്ധരിച്ചുകൊണ്ടാണ് മക്കൾ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന പരാതിയൊക്കെ ഉണ്ടാകും. വാസ്തവത്തിൽ ഓരോ മാതാവും പിതാവും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ് മക്കളെ വളർത്തുന്നതിലൂടെ. മനുഷ്യന്റെ കുഞ്ഞിന്റെ പ്രത്യേകത, ഇത് ഏറ്റവും ദുർബലനായ ഒരു കുഞ്ഞാണ്, മറ്റു ജീവിവർഗത്തെ പോലെയല്ല. 10-20 വയസ്സാകുമ്പോൾ, ചിലപ്പോൾ 25 വയസ്സാകുമ്പോഴൊക്കെയാണ് പക്വത പ്രാപിച്ച് ജീവിക്കാനുള്ള ബലം ആർജിക്കുന്നത്. കുട്ടി ആദ്യം പ്രസവിച്ച ഉടനെ കമഴ്ന്ന് വീഴാനോ നിവരാനോ പോലും പറ്റാത്ത തരത്തിലാണ്. പിന്നെ 6 മാസമൊക്കെ കഴിഞ്ഞാണ് കമഴ്ന്ന് വീഴുക. പതുക്കെ 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 നീന്തി നടന്ന് വളർന്ന് അങ്ങനെ വരുമ്പോഴും ഈ കുട്ടി അതിന്റെ ജീവാവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിവ് പ്രാപിക്കുന്നത് 10-20 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അറിവ്, കഴിവ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും വളരെ വൈകിയാണ്. അങ്ങനെ ആശ്രയത്വമുള്ള ഒരു ജന്മമാണ് മനുഷ്യൻ്റെത്. അപ്പൊ കുഞ്ഞിനെ ദൈവം നൽകിയതായിട്ട് പറയുന്നു, ദൈവദാനമാണ് മക്കൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ദൈവത്തിന്റെ നമുക്ക് നൽകുന്ന ഒരു ദാനമല്ല, ദൈവം
ഒരു അവസ്ഥയിലേക്ക് നമ്മെ അയക്കുകയാണ് ശുശ്രൂഷപരമായ ഒരു ദൗത്യം ഏൽപ്പിക്കുക. ഈ മനോഭാവം ആദ്യം തന്നെ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. മക്കളെ മക്കളായിട്ട് കാണണം, ദാസരായിട്ട് കാണരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം പറയുന്നത് ദാസിനെ പോലെ ആയിരിക്കണം മകൻ എന്നാണ്. ഇത് അന്നത്തെ സാമൂഹ്യ നിലപാടുകളും സാമൂഹ്യ ജീവിതവും കൊണ്ടുവരുന്ന നിയമമാണ്. സോഷ്യൽ ലോ ആയിട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ കാണുന്നത്. അപ്പൊ സമൂഹത്തിൽ നിലനിന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകത്തിൽ ഏറ്റവും അപകടകാരിയായ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, അനുസരിക്കാത്ത മക്കൾ എന്ത് ചെയ്യണമെന്ന്. നിയമാവർത്തന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ അനുസരിക്കാത്ത മക്കളെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുവരണം, എന്നിട്ട് അവരെ വിധിക്കണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു പഴയ നിയമ കാഴ്ചപ്പാടിന്റെ വൈരുദ്ധ്യം അല്ലെങ്കിൽ പഴയ നിയമ കാഴ്ചപ്പാടിന്റെ കാർക്കശ്യം മനുഷ്യത്വഹീനമായി പോവാൻ. നമുക്ക് ശുശ്രൂഷിക്കാനായി ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലണം. മാതാപിതാക്കളുടെ മാതൃക ആരാണ്? അത് ദൈവമാണ്. ഭൂമിയിൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് അവരുടെയും പിതാവ് ദൈവം തന്നെയാണ്. അങ്ങനെ അവരുടെയും പിതാവ് ദൈവമായിരിക്കെ ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മളിലൂടെ പ്രകാശിക്കേണ്ടത്. മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട പ്രകൃതം എന്താണ്? ദൈവത്തിന്റെയാണ്. ദൈവത്തിന്റെ പ്രകൃതം എന്താ? അത് അനന്തക്ഷമയുടേതാണ്. ബഹുമാനം പിടിച്ചു വാങ്ങിക്കാവുന്ന ഒരു കാര്യമല്ല, അനുസരണം പിടിച്ചു വാങ്ങിക്കാവുന്ന ഒരു കാര്യമല്ല. അനുസരണം എപ്പോഴും അവർക്ക് സ്വയമേവ ഉണ്ടാകേണ്ട കാര്യമാണ്. അനുസരണം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അത് അടിമത്തമായിട്ട് മാറും. നമുക്ക് നിയമങ്ങൾ അനുസരിപ്പിക്കാൻ പറ്റും, പക്ഷെ ആ നിയമങ്ങൾ അനുസരിപ്പിക്കുമ്പോൾ അത് അനുസരണമായിട്ടല്ല, ആ നിയമത്തിന്റെ കാർക്കശ്യം ആധിപത്യം പുലർത്തുന്നു, നീതിരഹിതമായിട്ട് മാറും. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കളെ കൊന്നുകളയണമെന്ന് പറയുന്ന പഴയ നിയമം നീതിരഹിതമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ നിയമത്തെ എതിർക്കുന്നത്. നീതിരഹിതമാണ്. ക്രിസ്തുവാകട്ടെ സ്നേഹമാകണം നിയമം എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമ കാഴ്ചപ്പാടിൽ ഉരുത്തിരിഞ്ഞു വന്ന ഹിംസാത്മകമായ ഒരു ആധിപത്യത്തെ തുടച്ചു നിൽക്കുകയും ഒരു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തിയായിട്ട് മാറ്റി, അനുകമ്പയുടെ പ്രവൃത്തിയാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ മക്കളുടെ അധിപന്മാരല്ല, ദൈവം ഏൽപ്പിക്കുന്നവരാണ്. നമ്മൾ സാധാരണ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. ശരിക്കു പറഞ്ഞാൽ ദൈവമാണ് മാതാവും പിതാവും ഗുരുവും. ദൈവമാണ് മാതാവും പിതാവും ഗുരുവും ദൈവമാണെന്നല്ല, ദൈവമാണ് മാതാവും പിതാവും ഗുരുവും. ഈ മാതാവും പിതാവും ഗുരുവും ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അവനെ പൂർത്തീകരിക്കാനായി ദൈവം ശുശ്രൂഷകരായി ഏൽപ്പിക്കുന്ന ആളുകളാണ്. ഇതൊരു ശുശ്രൂഷ ദൗത്യമായിട്ട് കാണും. അടിച്ചു നേരെയാക്കാനല്ല, മനുഷ്യനെ സ്നേഹിച്ച് ചേർത്ത് വയ്ക്കാനാണ് പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന നമ്മൾ പരിശോധിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യമേ വേണ്ടത് മാതാപിതാക്കൾ ഈ ദൈവികമായ സ്വഭാവം പുലർത്തുന്നവരാകണം. കുട്ടികൾക്ക് പലപ്പോഴും അക്രമകാരികളും ഭീഷണിയുമാകുന്ന പ്രകൃതമാണ് മാതാപിതാക്കളിൽ നിന്ന് വരുന്നത്. ഒരമ്മ എന്നോട് പറയാണ്, 20 വയസ്സ് വരെ ഞാൻ അവളെ വളർത്തി. ഞാൻ ചോദിച്ചു, എന്തിനെ വളർത്തിയത്? ഒരു പശുക്കുഞ്ഞിനെ വാങ്ങിച്ച് വളർത്തിയാൽ പോരായിരുന്നു. മനുഷ്യക്കുഞ്ഞിനെ വളർത്തുകയല്ല ചെയ്യുന്നത്, ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം ചെയ്യുക, ശുശ്രൂഷ ജീവിതം ചെയ്യുക. അവനവനെ ഉപേക്ഷിക്കാനും സ്വയം കൊടുക്കാനും ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഓരോ കുഞ്ഞും. നമുക്ക് ഭരണം നടത്താനുള്ള സ്ഥലമല്ല. അത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ ദൈവത്തിന്റെ മുഖം പ്രകാശിപ്പിച്ചാൽ നിശ്ചയമായും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കും. എഫെസ്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം, കുഞ്ഞുമക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അനുസരിക്കുന്നത് എപ്പോഴാണ്? അനുസരിക്കുന്നത് അവരെ നയിക്കുമ്പോഴാണ്. അവരെ പുറകെ നിന്ന് വടികൊണ്ട് ആട്ടിത്തെളിക്കുമ്പോഴല്ല, മുന്നേ നടക്കുമ്പോഴാണ്. കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഈ കർത്താവിൽ അനുസരിക്കണമെന്ന് പറയാൻ കാരണം കുഞ്ഞുമക്കൾ മാതാപിതാക്കളുടെ പ്രവൃത്തിയെ നോക്കിയല്ല, അവരുടെ സ്വഭാവത്തെ നോക്കിയല്ല, കർത്താവ് അവരെ നമുക്ക് നൽകി എന്ന ബോധ്യത്തിൽ അവരെ ബഹുമാനിക്കണം.
ശിക്ഷണത്തിന് അത്തരമൊരു അർത്ഥം കാണാൻ നമുക്ക് പറ്റണം. ഒരുപക്ഷെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ആരെങ്കിലും കേൾക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കണം, മാതാപിതാക്കൾ ശരിയായി നന്നായി ജീവിച്ചാലേ ഞാൻ ശരിയാകൂ എന്നല്ല വിചാരിക്കേണ്ടത്. മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകുന്ന ജീവിതം ദൈവം നൽകുന്ന ജീവിതമായിട്ട് കാണാൻ പറ്റണം. മാതാപിതാക്കളെ ദൈവം നിയോഗിച്ചവരാണെന്ന് കാണാൻ പറ്റും. അവർക്ക് പോരായ്മകൾ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിൽ അവരെ അനുസരിക്കണം. യേശുക്രിസ്തുവിനെ നമുക്ക് അവരെ അനുസരിക്കാൻ പറ്റൂ, ദൈവം തന്നവരാണെന്ന ബോധ്യത്തിൽ. ഇങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവകൽപ്പന, വാഗ്ദാനത്തോടു കൂടിയ ദൈവകൽപ്പനയാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. ഈ വാഗ്ദാനത്തോടു കൂടിയ ദൈവകൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നതിനർത്ഥം. ദൈവം, മാതാപിതാക്കളെ നമുക്ക് നൽകുന്ന ദൈവം ഓരോ മാതാവിലൂടെയും പിതാവിലൂടെയും തന്നെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ മാതാപിതാക്കളിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർ മാതാപിതാക്കളാണ്. അവർ സമ്മതം കൊടുത്തിട്ടുണ്ട്. ആ സമ്മതത്തെ വിലമതിക്കും. ഞാൻ 5ാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ മക്കൾ വേണ്ട എന്ന അഭിപ്രായമായിരുന്നു എൻ്റെ പിതാവിനുണ്ടായിരുന്നത്. ഇതെന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അന്ന് വന്ധ്യംകരണവും നടത്താതെ ഞാൻ ജനിക്കുന്നത്. എനിക്ക് ഇളയ ഒരു കുട്ടി കൂടി ജനിച്ചു. അന്ന് അവരങ്ങനെ ഒരു സമ്മതം കൊടുത്തില്ലെങ്കിൽ, ഹൃദയഭാവം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. വിവാഹ സമയത്ത് സമ്മതം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു സമ്മതം കൂടി കൊടുക്കുന്നുണ്ട്, റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. അത് എത്രത്തോളം ഉത്തരവാദിത്തം നിറവേറ്റുന്നു എന്നുള്ളത് മാതാപിതാക്കളും ദൈവവും തമ്മിലുള്ള കണക്കാണ്. മാതാപിതാക്കളിലൂടെയാണ് ഒരു ജന്മം ലഭിച്ചത് എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയൂലേ, വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന പോലെ, നമുക്ക് മാതാപിതാക്കളെ നൽകിയപ്പോൾ, ദൈവം അവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അവരുത്തരവാദിത്വം എങ്ങനെ നിറവേറ്റിയെന്നല്ല മക്കൾ പരിഗണിക്കേണ്ടത്. ദൈവത്തിന് സമ്മതം കൊടുക്കുകയും ദൈവത്തെ പ്രതി അങ്ങനെ അവർ ഒന്നു ചേരുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് അവർ ദൈവം എനിക്ക് നൽകിയവരാണെന്ന നിലയ്ക്ക് അവരെ കാണാൻ പറ്റണം. മാത്രമല്ല, നമ്മുടെ ജീവിത പരിസ്ഥിതികൾക്കകത്തും സാഹചര്യങ്ങൾക്കകത്തും നമ്മുടെ ഒരു ഭാവനയ്ക്കനുസരിച്ചല്ല അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പകർന്നു തരാവുന്ന കാര്യങ്ങളാണ് അവർ പകർന്നു തരുന്നത്. അതിൽ കുറവും പോരായ്മയൊക്കെ ഉണ്ടാകാം. അതിനെ വിധിക്കുകയല്ല വേണ്ടത്, അവരെ ദൈവം നിയോഗിച്ചു എന്നൊരു കാര്യത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഇനി നിത്യകാലം അങ്ങനെ മക്കൾ അനുസരണത്തിലായിരിക്കണമെന്ന് വാശി പിടിക്കാനും പാടില്ല. കാരണം ഈ അറിവും പക്വത ഉണ്ടായിരിക്കണം. 16 വയസ്സിന് ശേഷം മനസാക്ഷി രൂപപ്പെട്ട് കഴിയുമ്പോൾ മിക്കവാറും മക്കൾ, മാതാപിതാക്കൾ പറയും നിങ്ങൾക്ക് അറിവില്ല എന്ന് പറയും. കാരണം അവരൊരു പുതിയ അറിവിലെത്തുകയാണ്. അപ്പൊ അറിവിലെത്തുന്ന സമയം വരെ അവർക്ക് വിശ്വാസവും സ്നേഹവും പകർന്നു കൊടുത്ത് അവരെ സ്നേഹത്തിന്റെ മക്കളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. വളർച്ചയിൽ അവരെ അങ്ങനെ സഹായിക്കാൻ കഴിയണം. അവരുടെ കഴിവുകളും അവരുടെ ജീവിതത്തെയും പുരോഗമിപ്പിക്കുന്നവരായിട്ട് മാതാപിതാക്കൾ മാറണം. മാതാപിതാക്കൾ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് എന്ന് കൊളോസ്യർ ലേഖനം 3:21 പറയുന്നുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്. അത് ഇംഗ്ലീഷ് ബൈബിളിലാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്. അവരിന്ന് പലതും ഡിമാൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യരുത്. പ്രകോപിപ്പിക്കരുതെന്നാണ് മലയാളം ബൈബിളിൽ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവരെ ഡിസ്കറേജ് ചെയ്യുമെന്നാണ്. മക്കളിൽ നിന്ന് ഇങ്ങനെ അമിത പ്രതീക്ഷകൾ, ഇവർ ഇങ്ങനെയാകണം, പാട്ട് പാടാൻ കഴിവുള്ള കൊച്ചിനെ കൊണ്ട് ഓടിക്കും, ഓടാൻ കഴിവുള്ള കൊച്ചിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഐഡിയക്കകത്ത് ആയിത്തീരാനല്ല, ദൈവേഷ്ടം എന്താണ് ഒരു കുഞ്ഞിനെ പ്രതി എന്ന ആലോചന ദൈവത്തോടും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുഞ്ഞിനെ മാനിക്കുന്നൊരു സ്വഭാവം കുഞ്ഞിനോടും പുലർത്താൻ മാതാപിതാക്കൾക്ക് കഴിയണം. കൽപ്പന ഓർക്കണം. കൽപ്പന മാതാപിതാക്കളാകുമ്പോഴേ ബഹുമാനം ഉണ്ടാവും. മാതാപിതാക്കൾ എന്നാൽ യഥാർത്ഥത്തിൽ ശുശ്രൂഷകരാണെന്ന ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകും. ഒരു പാരസ്പര്യം ചിന്തിക്കേണ്ട കാലമാണ്. പണ്ട് ചിന്തിക്കേണ്ട രീതിയിലല്ല. പണ്ട് നിർബന്ധിത അനുസരണമാണ്. ആദ്യകാലത്തൊക്കെ കല്യാണം പോലും കഴിച്ചിരുന്നത് കുട്ടികൾ അറിഞ്ഞിട്ടല്ല, കുമ്പാരിയും കൂടി തീരുമാനിക്കും. അത് ചിലപ്പോൾ ഷാപ്പിയിരുന്നായിരിക്കും, അല്ലെങ്കിൽ വഴി വെച്ചായിരിക്കും, പണിസ്ഥലത്ത് വെച്ചായിരിക്കും. മകളെയും മകനെയും കെട്ടിക്കാൻ തീരുമാനിക്കും. പരസ്പരം ആലോചനയൊന്നുമില്ല. അവർ തമ്മിൽ ആലോചിക്കും. വീട്ടിൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, കല്യാണം നടക്കും. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല ഉണ്ടായി. ആണിനോട് ചോദിക്കും, പെണ്ണിനോട് അപ്പോഴും ചോദിക്കുന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ പുരോഗമിച്ചു വന്നപ്പോൾ
പെണ്ണ് കാണും, ആണിന് ഇഷ്ടപ്പെട്ട കല്യാണം, പിന്നെ പെണ്ണിനും കൂടി ഇഷ്ടപ്പെടണം, പിന്നെ ക്രമേണ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വിവാഹം. കാരണം അത് ഈ വഴിച്ചാൽ നീണ്ടു വരുന്നതാണ്, ഒരു വഴിക്ക് നിൽക്കില്ല. അപ്പൊ സംസ്കാരങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലെ മാതാപിതാക്കളുടെ ശുശ്രൂഷ ദൗത്യത്തെ സംബന്ധിച്ച് മാതാപിതാക്കൾക്കും ബോധ്യമുണ്ടാണ്. അത് എത്രത്തോളം നിറവേറ്റാൻ പറ്റുന്നുണ്ടെന്ന് ആലോചിക്കണം. ഒപ്പം തന്നെ തങ്ങൾക്ക് ജന്മം നൽകുകയും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ അവസരം നൽകുകയും ചെയ്തവന്റെ നിലയ്ക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റിയത്. ഭൂമിയിൽ നമ്മൾ ഏത് നിലയിൽ ജനിച്ചാലും, ഏത് തരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, ഭൂമിയിൽ ജനിക്കാതെ ഭൗമികമായ ദൈവത്തെ അനുഭവിക്കുക എന്ന വഴിയിലൂടെയാണ് നമുക്ക് ദൈവരാജ്യത്ത് എത്തിച്ചേരാൻ പറ്റുക. അതുകൊണ്ട് ജന്മം നൽകിയവരെ, ജീവിതത്തെ നമ്മളെ പരിശീലിപ്പിക്കാനായി ദൈവത്താൽ കയ്യേൽപ്പിക്കപ്പെട്ടവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ അനുസരണത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് ഹൃദയപരമായിട്ടുണ്ടാകേണ്ട ഒന്നാണ്, അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ഈ കൽപ്പന ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുമ്പോഴും ഗുരുക്കന്മാരെ ബഹുമാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ്. ദൈവമാണ് നമ്മെ ഭൂമിയിൽ സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. ആ ദൈവത്തോടുള്ള ബഹുമാനമാണ്. ആ ബഹുമാനം എപ്പോഴും മാതാപിതാക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അവരിലൂടെയാണ് നമുക്ക് ഈ ലോകത്ത് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ അവസരം ലഭിച്ചതെന്ന് ചിന്തിക്കണം. അവർ കുറവുള്ളവരാകാം, പോരായ്മയുള്ളവരാകാം, അവരുടെ സ്വഭാവത്തിൽ വൈചിത്ര്യങ്ങൾ ഉണ്ടാകാം, അറിവ് കുറവുണ്ടാകാം, കഴിവ് കുറവുണ്ടാകാം, ആരോഗ്യസ്ഥിതി മോശമാകാം, ഏത് തരത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അവർ വൈകാരികമായ വൈകല്യങ്ങളുള്ളവരാകാം. അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാനിടയായിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അതിനേക്കാൾ ഉപരി ഒരു ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കാൻ അവസരം തന്നവരെന്ന നിലയ്ക്ക് അവരോട് നമുക്ക് ബഹുമാനം പുലർത്താൻ കഴിയേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ സ്നേഹബന്ധത്തിന്റെ ആദ്യത്തെ പടിയായിട്ടും കൂടി നമുക്ക് കാണാൻ പറ്റണം. നമ്മെ ഈ ലോകത്ത് ദൈവസ്നേഹത്തിൽ വളർത്താൻ നിയോഗിക്കപ്പെട്ട ഈ മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുവോ നിറവേറ്റുന്നില്ലയോ എന്നുള്ളത് അവരും ദൈവവുമായുള്ള കാര്യമാണ്. അത് ദൈവം പരിശോധിക്കട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത്, ദൈവം നമുക്ക് തന്ന ഈ അവസരം നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതും നമ്മളെ നയിക്കുന്നതും വളർച്ച എത്തുന്നത് വരെ, വ്യക്തിപരമായി കാര്യങ്ങൾ തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനാകും സമയം വരെ നമ്മളെ നയിക്കുന്നത്, പരിപാലിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുകൊണ്ട് ഈ സ്നേഹം, ഈ ബഹുമാനം ഉണ്ടാകണം. സ്നേഹത്തിൽ നിന്നാണ് അനുസരണം ജനിക്കേണ്ടത്, ബഹുമാനവും ജനിക്കേണ്ടത് സ്നേഹത്തിൽ നിന്നാണ്. ബഹുമാനം വിലയ്ക്ക് വാങ്ങാനോ ആധിപത്യം ഉപയോഗിച്ച് സ്വീകരിക്കാനോ കഴിയുന്നതല്ല. ബഹുമാനം കൊടുത്തു വാങ്ങാവുന്ന ഒന്നാണ്. കുട്ടികളെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഓരോ കുഞ്ഞും ദൈവമാണെന്ന ബോധ്യത്തിൽ അവരെ ശുശ്രൂഷിക്കാൻ പറ്റുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ നിന്നും ഈ ബഹുമാനം തിരികെ കിട്ടുക. മാതാപിതാക്കളെ ഭയന്നൊക്കെ നമ്മൾ പലപ്പോഴും അനുസരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഭയന്നിട്ടാണ് അനുസരിക്കുക. ഇങ്ങനെ ഭയന്നനുസരിക്കുന്നതിന് പകരം അവരെ സ്നേഹിച്ച് അനുഭവിക്കാൻ പറ്റണം. സ്നേഹം കൊണ്ടുള്ള ബഹുമാനമാണ് യഥാർത്ഥത്തിൽ ഹൃദയതലത്തിൽ വേണ്ടത്. ഹൃദയം കൊണ്ട് പുറമേയൊക്കെ അനുസരിക്കുമ്പോഴും ഹൃദയം കൊണ്ട് പലപ്പോഴും നമ്മൾ നിഷേധിച്ചു പോയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കണം. ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്തുള്ള എല്ലാ പരിമിതികളും പോരായ്മകളും മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ വളരെ കാർക്കശ്യത്തോടെ പഠിപ്പിക്കാനൊക്കെ തയ്യാറാകുന്നത്. നിർബന്ധിച്ച് മുറിയിൽ അടച്ചുപൂട്ടി നീ ഇങ്ങനെ പഠിക്കണമെന്നൊക്കെ നിർബന്ധിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹം അവരുടെ മേൽ ചെലുത്തുന്ന ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗം കൂടിയാണ്. മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ഉപഭോഗ വസ്തുവാകുന്ന രീതിയിലേക്ക് സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നു എന്നതൊരു മേന്മയായിട്ടും സാമ്പത്തികാധിപത്യം പുലർത്തുന്നതായിട്ടും ഒക്കെ മാതാപിതാക്കൾ പറയുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് മോശമായിട്ടാണ്, മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. വ്യക്തിത്വം പക്വത പ്രാപിക്കുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങളോട് പ്രകാരം പെരുമാറുന്നത് യഥാർത്ഥത്തിൽ അവരെ ഈ ലോകത്തിന് തന്നെ അപകടകാരികളായ വ്യക്തികളാക്കി വളർത്തുന്നതിനിടയാകും. അതുകൊണ്ട് മയക്കുമരുന്ന്, ലഹരികൾ, അതേപോലെ അക്രമ സ്വഭാവങ്ങൾ, അശുദ്ധികളിലൊക്കെ മക്കൾ കടന്നു പോകാൻ കാരണമാകുന്ന എന്തെങ്കിലും തങ്ങളുടെ ഭാഗത്തുണ്ടോ എന്ന് മാതാപിതാക്കൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുമാണ്. ഈ വിഷയം പറയുമ്പോൾ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുമെന്നാണ്. അത് മാത്രം പറഞ്ഞു ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴമേറിയ ഒരു ചിന്ത ഉണ്ടാകണം, ഒരു സ്നേഹഭാവം ഉണ്ടാകണം. സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ബഹുമാനം ആർജിക്കാൻ കഴിയുന്ന കാര്യം ഓർക്കുകയും വേണം. ബഹുമാനം കിട്ടാൻ വേണ്ടിയല്ല, ബഹുമാനം ദൈവത്തിന് കൊടുക്കേണ്ടതാണെന്ന് മക്കളെ പഠിപ്പിക്കുകയും അപ്രകാരം ദൈവത്തെ ബഹുമാനിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും നമ്മളെയും മറ്റുള്ളവർ ബഹുമാനിക്കാൻ ഇടയാകും. ശേഷമുള്ള 6 കൽപ്പനകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കൽപ്പനകളൊക്കെ തന്നെ അരുത് എന്ന് പറയുന്നവയാണ്. ഈ അരുത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് പ്രയോഗമാണ്, നിഷേധാത്മകമായ പ്രയോഗമാണ്. അരുത്
അരുത് എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായും അത് ചെയ്യാനുള്ള പ്രവണത നമുക്കുണ്ടാവും. നിയമം പലപ്പോഴും പാപം ജനിപ്പിക്കാൻ കാരണമാവും. ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അരുത് എന്ന് വെച്ചുകൊണ്ടാണ്. ക്രിസ്തു ഈ അരുത് എന്നൊരു കൽപ്പനയെ പറയുന്നില്ല. രണ്ട് കാര്യം പറഞ്ഞത് സ്നേഹിക്കാൻ മാത്രമാണ്. എന്നാൽ ഈ പഴയ കൽപ്പന ഉപേക്ഷിക്കാനും വയ്യ. അപ്പൊ പഴയ കൽപ്പനയെ ഉപേക്ഷിക്കാതെ, 10 കൽപ്പനയെ ഉപേക്ഷിക്കാതെ തന്നെ ആ കൽപ്പനയുടെ ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ സൃഷ്ടിപരമായ ഭാഗത്തെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അരുത് എന്ന് പറയുന്ന ഒരു കൽപ്പനയേക്കാൾ ആ കൽപ്പനയുടെ ആന്തരിക തത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സർഗാത്മകമായ, പ്രവർത്തനോന്മുഖമായ, പ്രയോഗപരമായ, ശ്രേഷ്ഠമായ ഒന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. കൊല്ലരുത് എന്ന കൽപ്പന ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. യഥാർത്ഥത്തിൽ കൊലപാതകത്തിന് സമാനമായ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ട് എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയണം. എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദി അതർ, അപരത്വ നിരാസനം, അപരത്വത്തെ ഉപേക്ഷിക്കുക, അപരത്വത്തെ ഉന്മൂലനം ചെയ്യുക. അപരൻ വേണ്ട, ഞാൻ മാത്രം. സ്നേഹവിരുദ്ധമായ സ്വാർത്ഥം നമ്മുടെ അകത്ത് കുടികൊള്ളുമ്പോൾ, ഞാൻ എന്നെ മാത്രം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പുറത്തുള്ളതിനെ എല്ലാം ഞാൻ കൊന്നുകൊണ്ടിരിക്കും. പ്രത്യക്ഷത്തിൽ അത് കാണാൻ കഴിയില്ല. വളരെ സ്നേഹവാനെന്ന് കരുതുകയും സ്നേഹവതി എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഹൃദയതലത്തിൽ കൊലപാതകത്തിന് കാരണമായിട്ട് മാറും. അരുത് എന്ന് പറയുന്നതിനേക്കാൾ കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പനയെ ക്രിസ്തു സ്നേഹിക്കണമെന്ന് പറഞ്ഞ കൽപ്പനയായി പരിവർത്തിപ്പിക്കുന്നു. കൊല്ലരുത് എന്ന കൽപ്പനയുണ്ട്, എന്നാൽ നിങ്ങൾ ബോഷ എന്ന് വിളിക്കരുത്, അവരിനോട് കോപിക്കരുത്, നിങ്ങൾ ന്യായവിധിക്ക് അർഹനാകും എന്ന് ക്രിസ്തു പറയുന്നു. കുറെ കൂടി പുരോഗമിച്ചിട്ടാണ് അവിടെ നിന്ന് പറയുന്നത് സ്നേഹിക്കണം. പരസ്നേഹത്തിന്റെ കൽപ്പനയിലാണ് ഇതെല്ലാം ചേർന്നിരിക്കുന്നത്. കൊല്ലരുത് എന്ന കൽപ്പനയ്ക്ക് ഏറ്റവും നന്നായി പറയാവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 6 കൽപ്പനകൾക്കും പറയാവുന്ന പോസിറ്റീവായ കാര്യം പറയുന്നത് റോമർ ലേഖനം 13-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെ തിരുവചനങ്ങളിലാണ്. അവിടെ പറയുന്ന സ്നേഹം അയൽക്കാരൻ ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണം. അപ്പൊ നിയമം തുടക്കാവസ്ഥയിൽ നൽകുന്നതിനേക്കാൾ അതിന്റെ പൂർത്തീകരണത്തെ, ആന്തരിക ഭാവത്തെ മുൻനിർത്തി മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊലപാതകം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. സ്നേഹം നിഷേധിക്കുന്നത്, ജീവൻ നിഷേധിക്കുന്നത് കൊലപാതകം. 1 യോഹന്നാൻ 3:15 പറയും, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സ്നേഹം വഴിയാണ് ജീവനിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. സ്നേഹമാണ് ജീവൻ പരത്തുന്നത്, അല്ലെങ്കിൽ ജീവന്റെ ചാലകശക്തി സ്നേഹമാണ്. സ്നേഹാധിഷ്ഠിതമാകുമ്പോൾ കൊലപാതകം എന്നത് തന്നെ നീങ്ങിപ്പോകും. എന്തുകൊണ്ടാണ് കൊലപാതകം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അപരത്വ നിഷേധം ഉണ്ടാകുന്നത്? അപരത്വ നിഷേധം ഉണ്ടാകുന്നത് അതിനകത്ത് പ്രവർത്തിക്കേണ്ട സ്നേഹം പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ജീവൻ കൊടുക്കുക എന്നതാണ് പുതിയ നിയമം. എങ്ങനെ ജീവൻ കൊടുക്കണം? സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്. സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, ക്രിസ്തു പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കൽപ്പനയെ പരിശോധിക്കുമ്പോൾ കൊല്ലരുത് എന്നൊരു കൽപ്പന വെച്ചാണ്, ലിറ്ററലി ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മളൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഞാൻ ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. പക്ഷെ നിരന്തരം ജീവിതത്തിൽ അനേകരെ കൊന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? സ്നേഹം ഒഴുക്കുന്നില്ല. സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. അവന്റെ സംസ്കാരം മരണത്തിൻ്റെതാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന പരമാർത്ഥം അറിയുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട് സ്നേഹിക്കുക എന്നതാണ് നിയമത്തിന്റെ പൂർത്തീകരണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സ്നേഹം ജീവൻ കൊടുക്കുന്ന പ്രവൃത്തിയാണ്. ജീവൻ കൊടുക്കുക എന്നതാണ് 5ാമത്തെ പ്രമാണമായിട്ട് നമ്മൾ കാണുന്നത്. കൊല്ലരുത് എന്ന പ്രമാണം പഴയ നിയമത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ നിയമത്തിന്റെ പൂർത്തീകരണമായി ജീവൻ കൊടുക്കുക, ജീവദാതാവാകുക, ജീവൻ കൊടുക്കുന്നവരായിട്ട് മാറുക. ഇതാണ് യഥാർത്ഥത്തിൽ കൽപ്പന നമ്മൾ ആന്തരികമായി പ്രേരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വളർത്തേണ്ടത്. അപ്പൊ ആദ്യം പറഞ്ഞ കൽപ്പനയുടെ നേർവിപരീതമായിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മാതാപിതാക്കൾ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയാനാ പറയണേ, കല്ലെറിഞ്ഞ് കൊല്ലാൻ. യേശുവിനെ കല്ലെറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിനെതിരാന്ന് വിചാരിച്ചിട്ടാ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് ഒരു ന്യായമുണ്ട്. അവൻ ദൈവത്തിനെതിരായി പറയുന്നു, ദൈവദൂഷകനായി മാറുന്നു, അവനെ കൊന്നുകളയണം. അപ്പൊ കൊന്നുകളയണം എന്ന് പറയുന്ന മനോഭാവം നമ്മുടെ അകത്തുണ്ടോ?
അപരത്വ നിഷേധമുണ്ടോ? എത്രയോ പേരെ നമ്മൾ വെറുത്ത് അകറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരോട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല, കാണാൻ ഇഷ്ടമില്ല. ഇതൊക്കെ നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആളുകളെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയും. ഏറ്റവും വലിയ തിന്മ വിചാരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്രസക്തരാക്കി മാറ്റും മനുഷ്യരെ. ദൈവം ഭൂമിയിൽ അയച്ചിട്ടുള്ള മനുഷ്യരാണ്. അവർക്കൊക്കെ ജീവൻ കൊടുക്കാനാണ് നമ്മളെ അയച്ചിട്ടുള്ളത്. സർവ സൃഷ്ടപ്രപഞ്ചവും നമ്മുടെ സ്നേഹം വഴി പരിവർത്തിതമാകണം, സ്നേഹം ഒഴുക്കണം. പക്ഷേ നമുക്ക് പുറത്താണ് നമ്മൾ കരുതുന്ന പ്രകൃതിയോടും നമുക്ക് പുറത്തുള്ള വ്യക്തികളോടും നമ്മൾ പുലർത്തുന്നത് കൊലപാതക സദൃശ്യമായ പ്രവൃത്തിയാണ്. ചിലർ പറയും സൽപ്പേര് കളങ്കപ്പെടുന്ന കൊലപാതകങ്ങളുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ കൊലപാതകം എന്ന് പറയും. പരദൂഷണം പറയുന്ന വാക്കാൽ, വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ 4 തരത്തിൽ പാപം വരാമല്ലോ. വിചാരതലത്തിൽ തന്നെ അവനവൻ പ്രധാനമായിരിക്കുകയും എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ഞാൻ ശഠിക്കുകയും ഞാൻ സ്നേഹിക്കാൻ വന്നവനാണെന്ന് മറന്നു പോവുകയും ചെയ്യുമ്പോൾ കൽപ്പനയിൽ ലംഘനം ഉണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്നൊക്കെ ചെല്ലു പറഞ്ഞു, സ്നേഹിച്ച് സ്നേഹം മേടി. അങ്ങനെയല്ല, നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്നതിൽ ഉറയ്ക്കുകയും ക്രിസ്തു സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയും അവരെ വ്യക്തികളായി അംഗീകരിക്കാൻ കഴിയുകയും ചെയ്യണം. സമുദായം എന്ന നിലയ്ക്ക് പോലും സ്പർദ്ധ ഉണ്ടാവുന്നു. ഞാനിങ്ങനെ എല്ലാവരെയും മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് എന്നെ ബോംബ് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന. എനിക്ക് അപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ മനസ്സിലാവാത്ത ഒരാളെ എനിക്കറിയാം. അതുകൊണ്ടാണ് തന്നെ കുരിശിൽ തറച്ച് കൊല്ലുമ്പോഴും ഈ അവരെ ശത്രുവായി മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരാളെ കുറിച്ച് എനിക്കറിയാം. തന്നെ കല്ലെറിയുമ്പോൾ ആ കല്ലെറിയുന്നവരെ ഒന്നും ശിക്ഷിക്കരുത് എന്ന് പറയുന്ന അവരെയൊന്നും എതിരാളികളായി കാണാൻ കഴിയാതെ പോയ ഒരാളെ എനിക്കറിയാം, സ്തെഫാനോസിൽ. മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനം മനസ്സിലാക്കാതെ, ആ പീഡനം ചെയ്യുന്ന വ്യക്തികളിലേക്ക് തിരിയാതെ ദൈവമേ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ വിശുദ്ധാത്മാക്കളെ എനിക്കറിയാം. അവരെയൊക്കെ കണ്ടു പരിചരിച്ചതുകൊണ്ടാകാം, അവരെയൊക്കെ പരിചയപ്പെട്ടത് കൊണ്ടാകാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മെ ഉപദ്രവിക്കുന്നവനും നമ്മൾ തന്നെയാണ്. നമ്മുടെ പുറത്തു നിൽക്കുന്നത് നമ്മളല്ലാത്ത നമ്മുടെ രൂപമാണ്. ഞാനല്ലാത്ത ഞാനാണ് പുറത്തു നിൽക്കുന്ന അവരൻ. ശത്രുവില്ല, ദ്വന്ദ്വമില്ല. അത് ജാതി കൊണ്ടോ മതം കൊണ്ടോ വർണ്ണം കൊണ്ടോ എന്ത് മറകൾ സൃഷ്ടിച്ചാലും സാഹോദര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന ബോധമാണ്. അതുകൊണ്ട് അവരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ, ഇപ്പൊ നീ പരിഗണിക്കുന്നത് നിന്നെയാണ്, നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കണം. ഈ അപരത്വത്തെ സ്നേഹിക്കുമ്പോൾ മാത്രമേ, അപരത്വത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമേ, അപരത്വത്തിന് നിലനിൽക്കാൻ ജീവൻ കൊടുക്കുന്നവനായി മാറുമ്പോൾ മാത്രമേ ഞാൻ പൂർണ്ണനാകുന്നുള്ളൂ. അപരത്വ നിഷേധം ആത്മഹത്യാപരമാണെന്നറിയണം. അതുകൊണ്ട് കൊലപാതകത്തെക്കുറിച്ച് ഇങ്ങനൊരു ചിന്ത വേണം. ഇനി അവനവനെ കൊല്ലാൻ പറ്റുമോ? ആത്മഹത്യ അങ്ങനെയാണല്ലോ. ആത്മഹത്യയിലെ പാപം എന്താണ്? ആത്മഹത്യയിലെ പാപം ആ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഒരു തീരുമാനമെടുക്കലാണ് പാപം. ഞാൻ മരിക്കാൻ തീരുമാനിക്കുന്നു. അതിനർത്ഥം എന്താ? എന്റെ ജീവനും മരണവും എല്ലാം കൈവശമുള്ള ദൈവത്തെ ഞാൻ നിഷേധിക്കുകയും ഞാൻ തീരുമാനമെടുക്കുകയാണ് ഞാൻ മരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ മറികടക്കുന്നു, ദൈവദൂഷകനായി മാറും. അതാണ് അതിലെ പാപവശം. തൂങ്ങിക്കിടക്കുന്ന നേരത്തെ ഒരുപക്ഷെ അനുദപിക്കുന്നുണ്ടാകാം, വിഷം കഴിച്ചു കഴിഞ്ഞിട്ട് അനുദപിക്കുന്നുണ്ടാകാം, പിന്നെ അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. പക്ഷേ തീരുമാനമെടുക്കുന്നതാണ് പാപം. ആ മനോഭാവമാണ്. നമ്മൾ എത്ര തൂങ്ങിയാലും നമ്മൾ മരിക്കില്ല. അത് ദൈവം തീരുമാനിക്കുന്നു. തൂങ്ങിയതുകൊണ്ട് മരിക്കാൻ പറ്റുമോ? മരിക്കാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ മരിക്കാൻ വേണ്ടി നടന്നൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. സമയമൊക്കെ ഇത്തിരി അധികമാകുന്നുണ്ടെങ്കിലും അതൊരു രസകരമായ കഥയായതുകൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഒരാൾ മരിക്കാൻ തീരുമാനിച്ചു. അയാൾ പല വിധത്തിൽ നോക്കി, എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അവസാനം അയാൾ വിചാരിച്ചു ഇനി ഒരു പരാജയം താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അയാൾ ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങി, ഒരു തീപ്പെട്ടി എടുത്തു, ഒരു കുപ്പി വിഷം വാങ്ങിച്ചു, ഒരു കയറും എടുത്ത് അയാൾ പുഴയുടെ അരികിൽ ചെന്നിട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിൽ കയറി കുരുക്കിട്ടു, കഴുത്തിലും കുരുക്കിട്ടു, എന്നിട്ട് വിഷം കുടിച്ചു. എന്നിട്ട് പെട്രോൾ ശരീരത്തേക്ക് ഒഴിച്ചിട്ട്
തീ കത്തിച്ച് തീ കൊളുത്തി അയാൾ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ഏതെങ്കിലും വിധത്തിൽ മരിക്കും. അങ്ങനെ അയാൾ ചാടി. ഈ തീ പിടിച്ചത് കയറിനാണ്. അങ്ങനെ കയറ് പൊട്ടി ആള് വെള്ളത്തിൽ വീണു. ധാരാളം വെള്ളം കുടിച്ചു. ഇയാൾ മുങ്ങിത്താഴുന്ന സമയത്ത് വഞ്ചിക്കാർ കണ്ടു. അയാളെ വന്ന് വലിച്ച് കരപ്പയിലിട്ടു. അയാളെ വയറൊക്കെ ഞെക്കിക്കളഞ്ഞു. അയാൾ അതെല്ലാം ഛർദ്ദിച്ചു പോയി. അങ്ങനെ വിഷാംശവും പോയി. വളരെ നിരാശനായി. എന്തൊരു ലോകം എന്ന് വിചാരിച്ച് മരണത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നിഷേധിച്ചുകൊണ്ട് അയാൾ പുഴക്കരയിലുള്ള പോരുകയാണ്, തിരികെ പോരുകയാണ്. അങ്ങനെ പോരുന്ന വഴിയിൽ ഒരു പഴത്തിന് കിടന്നിരുന്നു. അതുമേ ചവിട്ടി പുറകോട്ടടിച്ചു വീണു. അയാൾ മരിച്ചു. മരണം ദൈവത്തിന്റെ കരത്തിലാണ്. പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ മരണം ദൈവത്തിന്റെ കരത്തിലുള്ള കാര്യമാണ്. ദൈവനിശ്ചയമാണ്. ദൈവം പറയുന്ന സമയത്ത് സാധിക്കും. പക്ഷേ ഈ തീരുമാനം അത് പാപകരമാണ്. ഇനി രോഗികൾക്ക് മരുന്ന് കൊടുക്കാത്തത്, ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാത്തത്, മറ്റുള്ള ജീവൻ നിലനിർത്താൻ തടസ്സമാകുന്ന എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും കൊലപാതക സദൃശ്യമാണ്. അതുകൊണ്ട് കൂടെയുള്ള ഒരാൾക്ക് നെഞ്ചുവേനെടുക്കുമ്പോൾ അവഗണിച്ചാൽ, വഴിയിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്കിടയിൽ നിൽക്കാൻ കഴിയാതെ പോയാൽ, എവിടെയെങ്കിലും ഒരാൾ അപമാനിക്കപ്പെടുമ്പോൾ അപമാനം പറയുന്ന കാര്യം കേൾക്കാൻ നിന്നാൽ, പരദൂഷണം കേൾക്കാൻ നിൽക്കുമല്ലോ, പാപകരമായ തിന്മയാണ്. കൊലപാതകം എന്നതിനെ സ്നേഹവിരുദ്ധതയായി, ജീവൻ പ്രകാശിപ്പിക്കുന്നതിന് വിരുദ്ധതയായി തിരിച്ചറിയാൻ പറ്റണം. സ്നേഹിക്കുക എന്ന അടിസ്ഥാന ദൗത്യം നമ്മൾ നിഷേധിക്കുമ്പോൾ അത് കൊലപാതകമാണ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റണം. അതുകൊണ്ട് അവരെ സ്നേഹിക്കണം. അവരുടെ സങ്കടത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റണം. അവരെ ഭക്ഷണമായിട്ട് മാറണം. അവരെ ഔഷധമായിട്ട് മാറണം. അവരെന്നെ അപമാനത്തിൽ ആശ്വസിപ്പിക്കുന്നവനായി മാറണം. ചേർന്ന് നിൽക്കുന്നവനായിട്ട് മാറണം. ഒരാളും തരംതാണ് പോകാൻ ഇടയില്ലാത്ത വിധം ദൈവത്തിന്റെ സ്നേഹം പ്രകാശിക്കുന്നതായി ജീവിതം മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഈ കൊല്ലരുത് എന്ന കൽപ്പന അതിന്റെ യഥാർത്ഥ വശത്തിൽ എത്തിച്ചേരുക. ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഇനി ബാക്കി ഭാഗം നാളെ പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടുതൽ പേർക്ക് ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുകയും 1 or 2 തവണ ഇതൊന്ന് കേട്ട് ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കും, കൂടുതൽ വ്യക്തത നമുക്കുണ്ടാകും. ഞാനും നിങ്ങളും ഒരു ശുശ്രൂഷയിലാണ്. കേൾക്കുന്നവരും പറയുന്നവരും എന്നുള്ള കാര്യമല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയും. ദൈവവചനം യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള വേദിയായിട്ട് ഈ ശുശ്രൂഷയെ കാണണം. ഏവർക്കും ഈ ശുശ്രൂഷയിൽ ഭാഗഭാഗിത്വവും ദൈവാനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.